മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളാൽ വലയുന്ന വർഗീസ് സഹോദരനെ സമർപ്പിക്കാം. ഫിലോമിനയെ സമർപ്പിക്കാം. റോസലിയെ സമർപ്പിക്കാം. മറിയെ സമർപ്പിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്ന ആൽബിനെ സമർപ്പിക്കാം. കടബാധ്യതകളാൽ വലയുന്ന തൃശ്ശൂരിലെ ഒരു കുടുംബത്തെ സമർപ്പിക്കാം. വിദേശത്ത് ജോലിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മകനെ സമർപ്പിക്കാം. ഇവരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏശയ്യ 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുരുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. സഹോദരരെ, ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായും നാം വിശ്വസിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? സഹോദരരെ, തുടർന്ന് വരുന്ന വചനം ഏശയ്യ 59:2 ഇപ്രകാരം പറയുന്നു, നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ മുഖം, അവിടുത്തെ കൃപ നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതാണ് സത്യം. അതിനാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ പാപത്തിൽ നിന്നും നാം സ്വതന്ത്രമാക്കണം. അതിന് നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ഒരിക്കലും സാധിക്കുകയില്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്നതിനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ് എലീശാമയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ് സഹിയോൻ അന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവർ നിറഞ്ഞത്. അതിനാൽ സഹോദരരെ, മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം. അമ്മയുടെ നിലങ്കിയിൽ ഈ മക്കളെ പൊതിയണമേ. ആവശ്യങ്ങളിൽ മാധ്യസ്ഥത വഹിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ,
മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.